പ്രതിസന്ധിക്കാലത്തെ സുരക്ഷിത ആസ്തി എന്ന വിശ്വാസ്യതയും പേരുമാർജിച്ച നിക്ഷേപമാണ് സ്വർണം. അല്പം ചാഞ്ചാട്ടക്കാരനാണെങ്കിലും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടെ കരുത്ത് കാട്ടാറുണ്ട് വെള്ളി. എന്നാൽ ഇരു ലോഹങ്ങളുടെയും മൂല്യം ഇറാൻ യുദ്ധത്തിനിടെ നേരെ താഴേക്കാണ്. മാർച്ച് ആദ്യവാരം യുദ്ധം കനത്തതിന് ശേഷം 5% വീഴ്ചയാണ് സ്വർണത്തിലുണ്ടായിരിക്കുന്നത്. വെള്ളിയിലെ വീഴ്ച 8% വരെ. അസാധാരണ സാഹചര്യമെന്നാണ് ഇതിനെ വിലയിരുത്തുന്നത്. യുദ്ധങ്ങൾ പോലെ ഗുരുതരമായ സാഹചര്യങ്ങളിൽ മുൻകാലങ്ങളിലെല്ലാം കരുത്തോടെ നിലയുറപ്പിച്ച ചരിത്രമാണ് സ്വർണവും വെള്ളിയുമടക്കം പ്രീഷ്യസ് മെറ്റൽസിനുള്ളത്. സ്വർണവും വെള്ളിയും തകർന്നടിയുമ്പോൾ മറ്റൊരു ലോഹം കരുത്ത് കാട്ടുന്നു, അലുമിനിയം. എന്താണ് വിപണിയിൽ സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. ഇറാൻ യുദ്ധത്തിൻ്റെ ദോഷഫലങ്ങൾ നിക്ഷേപത്തിൻ്റെ ഓരോ മേഖലയിലും വരിഞ്ഞു മുറുക്കുകയാണെന്നാണ് വാസ്തവം. ഡോളറിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വാരാന്ത്യം അല്പം ബലം കാട്ടിയ രൂപ വീണ്ടും 92.33 എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി. പിന്നീട് അല്പം കൂടി മെച്ചപ്പെട്ട് 92.16ലേക്കും. 3 മാസത്തെ ഉയർന്ന നിലവാരത്തിലാണ് മറ്റ് കറൻസികളെ അപേക്ഷിച്ച് ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട് എന്നിവ 1%-ലേറെ ദുർബലമായി. ഓസ്ട്രേലിയൻ ഡോളറും സ്വിസ് ഫ്രാങ്കും കൂടുതൽ ദുർബലമായി. US ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചാൽ പ്രാദേശിക കറൻസികളിൽ സ്വർണം വാങ്ങുന്നവർ അതിനായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. സുരക്ഷിത ആസ്തി എന്ന സ്വർണത്തിൻ്റെ സിംഹാസനത്തിൽ അപ്പോൾ ഡോളർ ഇരിപ്പുറപ്പിക്കും. നിക്ഷേപകർ സ്വർണം വിറ്റ് US ട്രഷറി നിക്ഷേപങ്ങളിലേക്കും US ബാങ്കുകളിലേക്കും നീങ്ങും. സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 വരെ കുതിച്ചെത്തി. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന ട്രംപിൻ്റെ വാക്കിൽ മയങ്ങി പിന്നീട് ബാരലിന് $90 വരെ താഴ്ന്നു. സംഘർഷം രൂക്ഷമായതോടെ അത് ഇപ്പോൾ $100 കടന്നിരിക്കുന്നു. പ്രാഥമികമായി ഊർജ്ജ മേഖലയെ ബാധിക്കുന്ന ഈ പ്രതിസന്ധി വൈകാതെ സമഗ്ര മേഖലകളിലും വിലക്കയറ്റം സൃഷ്ടിക്കാം. കുറേ കാലമായി പ്രതീക്ഷിച്ചിരുന്ന US ഫെഡറൽ റിസർവിൻ്റെ മാർച്ചിലെ പലിശ വെട്ടിക്കുറയ്ക്കൽ പദ്ധതികൾ ഇതോടെ അവതാളത്തിലായിരിക്കുന്നു. മികച്ച ബാങ്ക് പലിശ ലഭിക്കുമെങ്കിൽ പിന്നെ പലിശ വരുമാനമൊന്നും ലഭിക്കാത്ത സ്വർണത്തിലേക്ക് ഇപ്പോൾ നിക്ഷേപം മാറ്റേണ്ടതില്ലല്ലോ എന്നാണ് നിക്ഷേപകർ ചിന്തിക്കുന്നത്. ഇന്ത്യയും ചൈനയും അടക്കം ലോകമൊട്ടാകെയുള്ള കേന്ദ്ര ബാങ്കുകളുടെ വൻതോതിലുള്ള സ്വർണം വാങ്ങിക്കൂട്ടൽ ആഗോളതലത്തിൽ സ്വർണ്ണവില ഉയർത്തിയിരുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുകൾ അനുസരിച്ച് 2025 പ്രതിമാസം ശരാശരി 27 ടൺ സ്വർണ്ണമാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിക്കൂട്ടിയത്. 2026 ആദ്യ മാസങ്ങളിൽ ഇത് 5 ടണ്ണായി ചുരുങ്ങിയിരിക്കുന്നു. പ്രാദേശിക കറൻസികളുടെ മൂല്യം ഉയർത്താനും കറൻസി സമാഹരിക്കാനുമായി ചില കേന്ദ്ര ബാങ്കുകൾ കരുതൽ സ്വർണം വിറ്റഴിക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. സ്വർണ്ണവില ഇടിയാൻ ഇതും ഒരു കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണത്തിൽ 70%, വെള്ളിയിൽ 135% റാലി ദൃശ്യമായിരുന്നു. ഇപ്പോഴത്തെ കറക്ഷന് ശേഷവും 50%-ലേറെ നേട്ടത്തിലാണ് സ്വർണം. ഈ സാഹചര്യത്തിൽ നിക്ഷേപകരുടെ ലാഭമെടുപ്പും സജീവമാണ്. സ്വർണ്ണവിലയിലെ ഇറക്കത്തിന് ഈ വിറ്റൊഴിയലും കാരണമാകുന്നുണ്ട്. സ്വർണവും വെള്ളിയും വീഴുന്നതിനിടെ കരുത്ത് കാട്ടുന്നുണ്ട് അലുമിനിയം. 4 മാസത്തെ ഉയർന്ന നിലയിലേക്കാണ് അലുമിനിയത്തിൻ്റെ വില ഉയർന്നിരിക്കുന്നത്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ കിലോയ്ക്ക് 350 രൂപയിലേക്കാണ് അലുമിനിയം കുതിച്ചിരിക്കുന്നത്. ആഗോള അലുമിനിയം ഉൽപ്പാദനത്തിൻ്റെ 10% നിർവഹിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അലുമിനിയം ഉൽപ്പാദനത്തിനാവശ്യമായ ഉയർന്ന ഊർജ്ജത്തിൻ്റെ ലഭ്യതയും ഷിപ്പിങ്ങിൻ്റെ സൗകര്യവുമാണ് ഈ വ്യവസായത്തെ ഗൾഫ് മേഖലയിൽ ലാഭകരമാക്കിയത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും മേഖലയിൽ വ്യാപക ആക്രമണം ഉണ്ടാവുകയും ചെയ്തതോടെ ഖത്തറിലെ ഖത്താലം സ്മെൽറ്ററും ബഹ്റൈനിലെ അൽബയും അടക്കമുള്ള പ്ലാന്റുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. ആഗോളതലത്തിൽ നേരത്തെ തന്നെ അലുമിനിയം ക്ഷാമം ഉണ്ടായിരുന്നു. ഇറാൻ യുദ്ധത്തോടെ ഇത് കൂടുതൽ വഷളായിരിക്കുകയാണ്. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ നിലവിൽ മെട്രിക് ടണ്ണിന് $3500 അടുത്താണ് അലുമിനിയം വില. ഇറാൻ പ്രതിസന്ധി നീണ്ടുനിന്നാൽ ഇത് $4000 ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നു. അലുമിനിയത്തിൽ നിക്ഷേപിച്ചവരുടെ നല്ല കാലം വന്നേക്കുമെന്ന് സാരം. അലുമിനിയത്തിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നുകൂടി നോക്കാം. ഹിൻഡാൽകോ, നാഷണൽ അലുമിനിയം കമ്പനി അഥവാ നാൽക്കോ, എയർഫിൻ ഇന്ത്യ, മനാക്സിയ അലുമിനിയം, മാൻ അലുമിനിയം തുടങ്ങി അലുമിനിയം ഓഹരികളിലൂടെ അലുമിനിയത്തിൽ നിക്ഷേപിക്കാം. അന്താരാഷ്ട്ര തലത്തിൽ അലുമിനിയം വ്യവസായത്തിൽ നിക്ഷേപിക്കുന്ന അലുമിനിയം ETF-കളിലൂടെ നിക്ഷേപം നടത്താവുന്നതാണ്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിലെ അലുമിനിയം ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ വാങ്ങിയും അലുമിനിയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്.